ഫ്ലവേഴ്സ് കോമഡി സൂപ്പർ നൈറ്റിലും ശ്രീനിവാസൻ അതിഥിയായി എത്തിയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ചില ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എഴുതുകയോ അഭിനയിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരി ഉണ്ടാവുക, ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവുക, സന്തോഷം കൊണ്ട് കണ്ണീരുണ്ടാവുക. ഇപ്പോൾ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ സന്തോഷം കൊണ്ടുള്ള കണ്ണീരുണ്ട്. മമ്മൂട്ടി പ്രസംഗിക്കുന്ന ആ രംഗത്ത്. അപ്പോൾ ആ കണ്ണീര് എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചുപോയാലുണ്ടാകുന്ന കണ്ണീരല്ല അത് ഇയാളും ബാലനും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ഡെപ്തുള്ളതാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ കണ്ണീരാണ്. ആ കണ്ണീരാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കണ്ണീർ. എനിക്ക് എന്ത് ജോലി ചെയ്താലാണ് സന്തോഷം ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക, അതാണല്ലോ പ്രധാനം. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, നാടകമാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. അപ്പോൾ അത് വെറുതെ നാട്ടിൽ അങ്ങനെ നാടകം കളിച്ചിട്ട് നടന്ന കാര്യമില്ല. അതുകൊണ്ട് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാൻ ഒരു ആലോചന നടത്തി. പിന്നെ പതുക്കെ ഡൽഹിയിലുള്ള അവിടെ ഉള്ള ചിലവുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിൽ ഒന്നും ചെയ്തില്ല, മുന്നോട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നൈയിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടെന്നുള്ള വിവരം അറിയുന്നതും അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാമെന്നുള്ള വിചാരിച്ചിട്ടല്ല പോകുന്നത്. അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം ആ എക്സ്പീരിയൻസ് നമുക്ക് നാടകത്തിലേക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നാടകങ്ങൾ എഴുതുകയും അമേച്ചർ നാടകങ്ങളുണ്ടല്ലോ, അങ്ങനെ മത്സരത്തിന് പോവുകയും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.